നമസ്കാരം. Why do people change when they get what they want? ആവശ്യം കഴിഞ്ഞാൽ പലരും കൂടെ കാണില്ല. ആവശ്യത്തിന് മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ. ഞാൻ ഇന്ന് പത്തനംതിട്ടയിൽ ഒരു കല്യാണത്തിന് പോവുകയുണ്ടായി. അവിടെ വെച്ച് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റാണ് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഒരു വിഷമം പറഞ്ഞു. ഇന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ അവൻ ആരോടൊക്കെയോ ആത്മാർത്ഥമായി നിന്നിട്ടുണ്ടോ അവരൊക്കെ അവനെ മാക്സിമം ഉപയോഗിച്ചിട്ട് അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവനെ കളഞ്ഞിട്ട് പോവുകയാണുള്ളത്. അത് ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയായിരുന്നു, ചില സുഹൃത്തുക്കൾ അങ്ങനെയായിരുന്നു, ചില ബന്ധുക്കൾ അങ്ങനെയായിരുന്നു. അവൻ വളരെയധികം വിഷമത്തോടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ, നീ കഷ്ടപ്പെടുന്നതിന് അല്ലെ നീ ആർക്ക് വേണ്ടിയോ പ്രവർത്തിച്ചോ അവർക്ക് വേണ്ടി നീ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, അവർക്ക് വേണ്ട എല്ലാം നീ ചെയ്തു കൊടുത്തു. ചിലപ്പോൾ അവർ നിനക്കൊരു വാല്യൂ തന്നു കാണില്ല, പക്ഷെ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ നീ ചെയ്തതിന് ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരാളായോടെ പറഞ്ഞു ദൈവം നിനക്ക് ഒരു നല്ല പ്രതിഫലം തരും. അതുപോലെ തന്നെ നിന്നെ ഉപയോഗിച്ചിട്ട് നിഷ്കരണം വലിച്ചെറിഞ്ഞിട്ട് പോയവർക്ക് അവരുടെ കർമ്മ അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ളത് കൃത്യമായി കിട്ടിയിരിക്കും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നീ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. ഇത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ശരിയല്ലേ? പലരും നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അത് കഴിയുമ്പോൾ നിഷ്കരണം നമ്മളെ വലിച്ചെറിയും. ജീവിതത്തിൽ ഇത് അനുഭവമുള്ള ഒത്തിരി ആളുകളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം അവരങ്ങേ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയായിരിക്കാം ഓരോരുത്തരോട് ഒപ്പം നിൽക്കുന്നത്. അവർ മറുവശത്തുള്ള ആൾക്ക് വേണ്ടി എന്തും ചെയ്യും, എന്തും സഹായിക്കും. അവർ വളരെ സിൻസിയറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും വിഷമങ്ങളും വരുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല ആത്മാർത്ഥതയില്ലാതെ ആരോടും ഇടപെടരുതെന്ന്. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി ആർക്കേലും വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളെ ആവശ്യം കഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടും. അവരിൽ നിന്നാവണമെന്നില്ല, വേറെ ആരിൽ നിന്നെങ്കിലും ആകാം. അതുപോലെ തന്നെ ലോകത്തിൽ കൂടെ നിന്നിട്ട് എല്ലാം നേടിയിട്ട് നിഷ്കരണം ഉപേക്ഷിച്ച് പോകുന്നവർക്ക് അവർക്കും തക്കതായ സമ്മാനം കിട്ടും. ഇപ്പം രണ്ടു കൂട്ടർക്ക് സമ്മാനം ഉറപ്പാണ്. അപ്പോൾ നമ്മളുടെ ആത്മാർത്ഥത കൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ വിട്ടിട്ട് പോകുന്നവരെ ഓർത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കയറ്റേണ്ടതല്ല. നമ്മൾ ജീവിതത്തിൽ വീണ്ടും ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ചിലരോടൊപ്പം നിൽക്കുമ്പോൾ ഇവർ ശരിക്കും നമ്മുടെ കൂടെ കാണുമോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ ആലോചിച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നിൽക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആ ചെറുപ്പക്കാരൻ തന്ന ഒരു കാര്യം വലിയൊരു മെസ്സേജായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. കാര്യം അവന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷമായി. അവൻ പറഞ്ഞു ശരിയാണ്, ഞാൻ എൻ്റെ ആത്മാർത്ഥത കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായതേ ഉള്ളൂ, പക്ഷേ എനിക്ക് ദൈവം അതിൻ്റെ ഇരട്ടി തരും. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതുപോലെ ആവണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്താൽ അതിൽ നിന്നും ഒരു പ്രതീക്ഷയും വേണ്ട. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.